നഴ്സിംഗ് ഡയറക്ടർ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം LBS ആപ്ലിക്കേഷൻസ് കഴിഞ്ഞ ദിവസം കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കാര്യങ്ങളൊന്ന് വെരിഫിക്കേഷൻസ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വെരിഫിക്കേഷൻസ് എല്ലാം, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് എല്ലാം അല്ലെ ഡോക്യുമെന്റുകളെല്ലാം പരിശോധിക്കുകയും അതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ പ്രൊഫഷണലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുകയും ചെയ്യുന്നതാണ്. അഥവാ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ഡിനൈ ചെയ്യുന്ന മിക്കവാറും കുട്ടികളുടെ ക്ലെയിം ഒക്കെ ഡിനൈ ചെയ്തിട്ടുണ്ട്. EWS ആയിക്കോട്ടെ, നിങ്ങളുടെ OBCയുടെ NCL സർട്ടിഫിക്കറ്റുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ നിരവധിയായിട്ടുള്ള കുട്ടികളുടെ ക്ലെയിമുകൾ റിജക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് റിസർവേഷൻസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പറയുന്ന പോലെ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് റിജക്ട് ആയിരിക്കുന്നത്, എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഈ പറഞ്ഞ വെരിഫിക്കേഷൻ സമയത്ത് അവിടെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ റിമാർക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ റിമാർക്സിനനുസരിച്ചുള്ള ഡോക്യുമെന്റുകൾ ഇനി പുതുതായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും വരുന്ന മിസ്റ്റേക്കുകൾ ഇതൊക്കെയാണ്. EWS കുട്ടികളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയറിലുള്ള സർട്ടിഫിക്കറ്റുകൾ അല്ലെ ഡോക്യുമെന്റുകളാണ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. നമുക്കറിയാം ഏപ്രിൽ മാസം കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ ഇയർ 2025-26 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഡോക്യുമെന്റുകൾ കരസ്ഥമാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ OBC വിഭാഗത്തിലുള്ള കുട്ടികളൊക്കെ നോൺ ക്രീമിലെയർ അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മിക്കവാറും വരുന്ന കുട്ടികളൊക്കെ നീറ്റിന് സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള ഒരു ടൈറ്റിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒരുപക്ഷെങ്കിൽ റിജക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള രീതിയിലുള്ള NCL സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇതുവരെയും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അഥവാ നിങ്ങൾ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ടൈം കളയാതെ എത്രയും വേഗം സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുകയും അത് റിമാർക്സിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റുകളൊക്കെ നിങ്ങൾ കയ്യിൽ കരസ്ഥമാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പല കുട്ടികൾക്കും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഒരുപക്ഷെങ്കിൽ നിങ്ങൾ LBS അലോട്ട്മെന്റിൽ നിന്നും റിജക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ജനിച്ചത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാം. കേരളത്തിന് പുറത്താണ് ജനിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായിട്ടും നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ പല കുട്ടികൾക്കും NRI ഡോക്യുമെന്റുകൾ റെഡിയാകാത്തതുകൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കറക്ഷൻ ടൈമിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തിനായാലും നിങ്ങൾ LBSന്റെ സബ് സെന്ററോ LBSന്റെ മെയിൻ സെന്ററിലോ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ ആ കാര്യങ്ങളും കൂടെ പരിശോധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ LBSന്റെ ഭാഗത്തേക്ക് ഒരു ഇമെയിൽ അയച്ചിട്ട് നിങ്ങൾ ഡോക്യുമെന്റുകളും കൂടെ അറ്റാച്ച് ചെയ്തത് നൽകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പക്ഷേങ്കിൽ നിങ്ങളുടെ റിക്വസ്റ്റുകൾ കൺസിഡർ ചെയ്യപ്പെട്ടേക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കുന്നതുമായിരിക്കും. കാരണം കറക്ഷൻ ടൈമിൽ ഒരു പക്ഷേങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അവർ തുറന്നു തന്നേക്കാം. പക്ഷെ ഇതുവരെയും അതിന്റെ ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെയും ഡോക്യുമെന്റുകൾ പുതുതായിട്ടൊന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ LBSലേക്ക് അറിയിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ വെരിഫിക്കേഷൻ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത നടപടി എന്നുള്ള രീതിയിൽ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ പബ്ലിഷ് ചെയ്യപ്പെടുക. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ടെന്റേറ്റീവ് ഷെഡ്യൂൾ അനുസരിച്ച് ജൂൺ മാസം 28-ാം തീയതിയാണ് ടെന്റേറ്റീവ് ഡാറ്റാസ് എല്ലാം പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സമയത്ത് എല്ലാവരുടെയും വെരിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കേരള സിലബസിൽ +2 2025 കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ മാർക്കുകളൊന്നും അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഓട്ടോമാറ്റിക്കലി അവരുടെ ഡാറ്റാബേസിൽ നിന്നും ഈ വർഷത്തെ +2 മാർക്കുകൾ ഇതിലേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കുകൾ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ തന്നെയാണോ കിട്ടിയിരിക്കുന്നത് ഒന്നും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ LBSുമായിട്ട് എത്രയും വേഗം കോൺടാക്ട് ചെയ്ത് അത് തിരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും കറക്ഷൻ ടൈമിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരിക. ജൂലൈ മാസം 4-ാം തീയതി വരെയാണ് അതിനുള്ള സമയം നൽകിയിരിക്കുന്നത്. നമുക്കൊരു 2-3 ദിവസമാണ് സാധാരണ രീതിയിൽ കറക്ഷൻ ടൈമിനുള്ള ടൈം ലഭിക്കാറുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം ജൂലൈ മാസം പകുതിയോടുകൂടി ഏകദേശം 12-ാം തീയതിയോടുകൂടി തന്നെയാണ് ടെന്റേറ്റീവ് ഷെഡ്യൂൾ അനുസരിച്ച് ഇപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുമ്പോഴും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുകയും വീണ്ടും മെയിൻ റാങ്ക് ലിസ്റ്റുകൾ 2 ദിവസത്തിനുള്ളിൽ മെയിൻ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിരവധി കുട്ടികൾ ഇംപ്രൂവ്മെന്റ് മാർക്കിനും റീവാലുവേഷൻ റിസൾട്ടിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്.
അപ്പോൾ ഈ പറയുന്ന എക്സാംസ് റിസൾട്ടുകളെല്ലാം ഈ ഒരു റാങ്ക് ലിസ്റ്റുകൾ വരുന്നതിന് മുന്നേ തന്നെ വന്നാൽ മാത്രമായിരിക്കും നിങ്ങളെ കൺസിഡർ ചെയ്യപ്പെടുകയുള്ളൂ. എന്തിനായാലും നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് നോക്കാം. അതുപോലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിരവധി കുട്ടികൾ രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്, അവർ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ആപ്ലിക്കേഷൻ ഡാറ്റാസ് ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. മിക്കവാറും വരുന്ന കുട്ടികളൊക്കെ തന്നെ ഈ ആപ്ലിക്കേഷൻ നമ്പരും അതുപോലെ തന്നെ പാസ്വേഡ് മാത്രമായിരിക്കും നിങ്ങളുടെ കരസ്ഥമാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇൻഫോ റിക്കവറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ നമ്പർ, ഈ പറഞ്ഞ പാസ്വേഡ്, ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ച് മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രൊഫൈൽ പേജ് ലോഗിൻ ചെയ്ത് കയറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് LBSന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ കൂടെ പല കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ട്, പല കാര്യങ്ങൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ ഈ പറയുന്ന ലോഗിൻ ചെയ്ത് കയറേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ ഡാറ്റാസ്, ഈ പറയുന്ന ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ നമ്പർ, പാസ്വേഡ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് സേവ് ചെയ്ത് സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഓരോ ഘട്ടത്തിലും നമ്മുടെ പ്രൊഫൈൽ വഴി തന്നെ മാത്രമാണ് ഇതിന്റെ ഓരോ പ്രോസസ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.